ചോറിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണം. തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ട് കേട്ടോ, അതും വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. അരിയൊക്കെ ഇട്ടു കേട്ടോ. ഇതൊരു 10 മിനിറ്റ് അത്രയും വേണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുന്ന അരിയാണ് കേട്ടോ. അതൊന്ന് തിളച്ച് കഴിഞ്ഞതും മറ്റേ ചോറ് ഇതിലിട്ട് വെക്കണം. ഇന്നലെ അതിൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പോയി തിരിച്ച് വരുന്ന സമയത്ത് റേഷൻ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ കുറച്ച് പട്ടാമ്പി പോയിട്ട് കുറച്ച് പച്ചക്കറികളല്ല, സബോള, തക്കാളി, പച്ചമുളക്, ബീറ്റ്റൂട്ട്, കിഴങ്ങ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇന്നലെ ഒന്നും ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ല. അപ്പം ഇനി ഇതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. എന്തായാലും കുട്ടികൾ പോയിട്ടൊക്കെ ഇനിയിപ്പോൾ നേരെ എടുത്ത് വെക്കുള്ളൂ കേട്ടോ. തക്കാളി 3 കിലോ 100 3.5 കിലോനാണ് തോന്നുന്നു. പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ ഒരു 30 രൂപയ്ക്ക് മേടിച്ച പച്ചമുളകാണ് കേട്ടോ അത്. തക്കാളി ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. വില കുറഞ്ഞാലും നല്ല തക്കാളി കുഴപ്പമില്ല കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ ഒരു പൊട്ടി മുറിഞ്ഞതുപോലെയൊക്കെ ഉണ്ട്. തക്കാളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇതിലിട്ട് വെച്ചു കേട്ടോ. ഇതിൽ ചെറുതായിട്ടൊരു പൊട്ടിയ തക്കാളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒരു തക്കാളി ചമ്മന്തി പോലെ എന്തെങ്കിലും ആക്കണം ചോറിനുള്ളത്. പിന്നെ ഈ മുളകൊക്കെ ഇതിലിട്ട് വെക്കട്ടെ. ഇതിൽ ഇനിയിപ്പോൾ കൊള്ളുമെന്ന് അറിയില്ല കേട്ടോ. മുളക് കൊള്ളുന്നത് ബാക്കി ഒരു കളറിലാക്കി വെക്കാം. അങ്ങനെ കൊണ്ടു കേട്ടോ, ഒരുവിധം ഒപ്പിച്ചെടുത്തു. ചിലർ പറയും നെട്ടി കളഞ്ഞു വെച്ചാൽ ചീയില്ലാന്ന് കേട്ടോ. പക്ഷെ എനിക്ക് എപ്പോഴും നേരെ തിരിച്ചാണ് കേട്ടോ സംഭവിക്കുക. ഞാൻ എത്ര നെട്ടി കളഞ്ഞു വെച്ചാലും പെട്ടെന്ന് അത് ചീഞ്ഞ പോലെ ആവുക. ഞാൻ നെട്ടിയോർ തന്നെയാണ് കേട്ടോ വെക്കാം. അങ്ങനെ വെച്ചാലും ഒരു കേടും ഉണ്ടാവണമെന്നില്ല. ബീറ്റ്റൂട്ട് ഒന്ന് ഉപ്പേരി വെച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ബീറ്റ്റൂട്ട് എടുത്തിട്ട് ചെറുതായിട്ട് ചീകി എടുത്തിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ. ഞാൻ കുട്ടിക്കുള്ള പാലിത ഇവിടെ തിളപ്പിച്ച് ഇങ്ങനെ ബീറ്റ്റൂട്ട് ഉപ്പേരിക്കുള്ളതൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചെടുക്കണം. ഇനി അത് പെട്ടെന്ന് അങ്ങോട്ട് വന്നോളാം കേട്ടോ. അത് ഉപ്പേരി വെക്കണം. ഞാൻ കുട്ടിക്കുള്ള പാലൊക്കെ അത് റെഡി ആയിട്ടുണ്ട്. ഒരു ക്രീം ബണ്ണാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് ആയ ബണ്ണാണ്. അപ്പൊ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിന് പാല് കൊടുക്കട്ടെ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അങ്ങനെ മോന് ഞാനിതാ പാല് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ എങ്ങനെ അത് കൊടുത്തപ്പോൾ എന്നും നമുക്ക് കേൾക്കുന്നൊരു ഡയലോഗൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ചൊരു ഉമ്മയൊക്കെ തന്നിട്ട് അവൻ പിന്നെ കസേരയിൽ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ മുക്കി കഴിക്കാനൊക്കെ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഈ ക്രീം പെണ്ണൊക്കെ കഴിക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് എടുക്കണ്ട. എന്നിട്ട് ആ ക്രീമ മാത്രം കുറച്ചിങ്ങനെ തോണ്ടി തിന്നാനൊക്കെ നോക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കേണ്ട, ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കടിക്കണം, പാലിൽ മുക്കി തിന്നണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഐഡിയകളൊക്കെ ഞാൻ അവന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവനിങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. നേരെ കഴിക്കണേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വയറ്റിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബന്നോ ബ്രെഡ് അതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ കൊടുക്കും. ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ കുറച്ച് നേരം വിശപ്പില്ലാതെ അങ്ങോട്ട് ഇരിക്കും. എന്നും ഇങ്ങനത്തെ കൊടുക്കുന്നതൊന്നും അത്രയ്ക്ക് നല്ലതൊന്നും അല്ല കേട്ടോ. പിന്നെയും അവരൊന്നും കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു വിഷമമല്ലേ. അതുകൊണ്ടാണ് തിന്നണത് എന്തെങ്കിലുമൊക്കെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊടുക്കണത്. അങ്ങനെ ഉപ്പേരി ആയിട്ടാ. ബീറ്റ്റൂട്ട് ഉപ്പേരി കുറച്ച് തേങ്ങ മേലെ ചെറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതാ വന്നു. പിന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ ഉപ്മാവ് ഇവിടെ ആയിട്ടുണ്ട്. തക്കാളി കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇന്നലത്തെ കുറച്ച് രസം ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ആക്കി കൊടുക്കാനും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് വേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ശർക്കരയൊക്കെ ഒന്ന് ചീവിയിട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ. കുറച്ച് ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
പിന്നെ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ലൂസാക്കി അങ്ങോട്ട് കുഴച്ചെടുക്കണം. പിന്നെ മാവ് ഒന്നും കൂടെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ആ മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുകയും കൂടി ചെയ്യാം. ഈ അളവിലാണ് കേട്ടോ വെള്ളമൊക്കെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഒരു നേന്ത്രപ്പഴം കേട്ടോ, അതും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴം അതും ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ഈ തേങ്ങയും ശർക്കരയും കൂടിയിട്ടുള്ള മിക്സിൽ ഈ പഴവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കുന്നുണ്ട്. പകുതി ഫില്ലിങ്ങിന് മാത്രമേ ഈ പഴം ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ പകുതിയിൽ പഴം ചേർത്തിട്ടില്ല. അപ്പോൾ 2 ഫില്ലിങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് പഴം ഇഷ്ടമല്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. പിന്നെ ദോശക്കല്ല് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ ദോശ അങ്ങനെ നൈസായിട്ട് ചന്നത്തിൽ അങ്ങോട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് ചുട്ടെടുക്കുക തന്നെയാണ്. എന്നിട്ട് ഈ ഫില്ലിങ് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ്, വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ, എന്നാലും ചിലരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 1-2 കഴിക്കുമ്പോഴേക്കും തന്നെ നല്ല വയറൊക്കെ നിറഞ്ഞ പോലെയാവും കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ചുട്ടെടുക്കണ നേരം കുറച്ച് വൈകിട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞെന്നും സ്കൂളിൽ നിന്ന് എനിക്കൊരു ഫോണ് വന്നു. അപ്പോൾ മോൻ ആദിലിൻ്റെ ടീച്ചറാണ് കേട്ടോ എന്നെ വിളിച്ചത്. അപ്പോൾ മോനിത് ഓടിക്കളിച്ചിട്ട് ഇങ്ങനെ വീണിരിക്കുകയാണ്. അവനിങ്ങനെ നെഞ്ചിൻ്റെ ആ ഭാഗം കുറച്ച് വേദനയുണ്ട്, അപ്പോൾ കരയുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് അയ്യാൻകുട്ടനെയും കൂട്ടിയിട്ട് പിന്നെ സ്കൂളിലെത്തി. പിന്നെ അവിടെ നിന്ന് അവനെയും വിളിച്ച് ഞങ്ങൾ നേരെ പട്ടാമ്പി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വന്ന് പിന്നെ കുറച്ച് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ മാവൊക്കെ ഞാൻ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തേങ്ങ ചിരകലും ശർക്കര എല്ലാം ആക്കി വെക്കലൊക്കെ നേരത്തെ തന്നെ ഞാൻ ആക്കി വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഫോണ് വന്നത്. പിന്നെ പെട്ടെന്ന് ഞാൻ പോയത്. പിന്നെ അത് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ രാവിലെ നേരെയും ഇതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചായക്ക് പലഹാരത്തിന് പകരമായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിന്ന് കുറച്ച് റോൾ എടുത്തിട്ട് ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊരിച്ചിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പണിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ചിക്കൻ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ പട്ടാമ്പി പോയിട്ട് വരുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു. അപ്പോൾ അതും പിന്നെ പൊറോട്ട പാർസൽ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അത് അടുപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമുള്ള എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് വൈകുന്നേരത്തേക്ക് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ രാത്രിക്ക് അധികം ചോറൊന്നും വെക്കാറില്ല കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കുക. പിന്നെ ഇന്ന് പട്ടാമ്പിയൊക്കെ പോയി വന്ന ക്ഷീണത്തിൽ ഞാൻ പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ഒരു 10 പൊറോട്ട വാങ്ങിയിട്ട് വരികയാണ് ചെയ്തത്. പിന്നെ ഒരു 200 രൂപയ്ക്കുള്ളൊരു ചിക്കനും എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ വന്നതും ഈ സ്നാക്സൊക്കെ ആദ്യം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് പിന്നെ കറി വയ്ക്കാനൊക്കെ നിന്ന് കേട്ടോ. അതായത് മഗ്‌രിബ് ഇശാ നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നത്. കറി പിന്നെ കുക്കറിൽ ചിക്കനൊക്കെ ഇട്ടാൽ പെട്ടെന്നാകും. പിന്നെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലിയ വന്നത്. അങ്ങനെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ തന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി കഴിക്കാനൊക്കെ പോവുകയാണ്. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നല്ല ചൂടും വെയിലൊക്കെ ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയി വരുമ്പോൾ. അപ്പോൾ കുറച്ച് തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തണ്ണിമത്തൻ്റെ പീസും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.